ഭാര്യ അവിഹിത ബന്ധം പുലർത്തിയതിന്റെ പേരിൽ ഭർത്താവിന് നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച കുടുംബ കോടതി ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. അവിഹിത ബന്ധങ്ങൾ വിവാഹമോചനത്തിനല്ലാതെ നഷ്ടപരിഹാരത്തിന് കാരണമാകില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഭാര്യ ഒളിച്ചോടിപ്പോയതിലെ മനോവ്യതയ്ക്കും മാനഹാനിക്കും ഭർത്താവിന് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നതായിരുന്നു തിരുവനന്തപുരം കുടുംബ കോടതിയുടെ ഉത്തരവ്. 2006 നവംബർ 19 വിവാഹിതരായ ദമ്പതികളിൽ ഭാര്യ അവിഹിത ബന്ധമുണ്ടായിരുന്ന മറ്റൊരാൾക്കൊപ്പം 2012 ജൂലൈ 30 രേഖകളും സ്വർണ്ണാഭരണങ്ങളുമായി വീട് വിട്ടുപോയെന്നാരോപിച്ചായിരുന്നു ഭർത്താവിന്റെ പരാതി. 20 ലക്ഷം രൂപ നഷ്ടപരിഹാരവും സ്വർണവും പണവും തിരിച്ചു നൽകണമെന്നുമായിരുന്നു ആവശ്യം. തുടർന്നാണ് 4 ലക്ഷം നൽകാൻ ഉത്തരവായത്. എന്നാൽ ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും അവഹേളനം മൂലമാണ് വീട് വിട്ടതെന്നും വീട് വിടുന്ന ദിവസവും അതിന് തൊട്ടുമുൻപുള്ള ദിവസവും തന്നെ ഭർത്താവും വീട്ടുകാരും ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് ഭാര്യയുടെ ആരോപണം. സ്വന്തം വീട്ടിലേക്ക് പോന്ന താൻ പിന്നീടാണ് ബന്ധുവായ പ്രവീൺ എന്നയാൾക്കൊപ്പം താമസം തുടങ്ങിയത്. അവിഹിത ബന്ധം വിവാഹമോചനത്തിന് കാരണമായി കാട്ടാമെങ്കിലും അതുമൂലമുണ്ടായ മാനസിക വ്യഥയ്ക്ക് നഷ്ടപരിഹാരം തേടാൻ ഇന്ത്യയിലടക്കം ഒരിടത്തും നിയമവ്യവസ്ഥയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പരസ്ത്രീ പരപുരുഷ ഗമനം ഭാരതീയ ന്യായസംഹിത പ്രകാരം കുറ്റകരമല്ല. സ്ത്രീക്ക് ലൈംഗിക സ്വാതന്ത്ര്യവും സ്വയംഭരണവും അന്തസ്സും അനുവദിക്കുന്നതാണ് നിയമം. സ്ത്രീയുടെ ലൈംഗികത ഭർത്താവിന്റെ സ്വത്താണെന്ന് വരുന്നിടത്ത് ഈ ഭരണഘടനാവകാശം ലംഘിക്കപ്പെടുന്നു. അധാർമികമെന്ന് വിലയിരുത്തിയാലും ഇത് ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല. വിവാഹമെന്നത് സിവിൽ കരാറാണ്. പങ്കാളിയുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി സ്വത്തവകാശത്തിന് അർഹതയില്ല. 1869 വിവാഹമോചന നിയമത്തിൽ 2001 കൊണ്ടുവന്ന ഭേദഗതിക്ക് മുമ്പ് ഭർത്താവിന് നഷ്ടപരിഹാരം തേടാനുള്ള വകുപ്പ് നിലവിലുണ്ടായിരുന്നു. ഇനി അതനുവദിച്ചാൽ ഒരാൾക്ക് മറ്റൊരാളിലുള്ള ലൈംഗികാധികാരത്തിന്റെ പുനഃസ്ഥാപനമാകുമെന്ന് വിലയിരുത്തിയ കോടതി 4 ലക്ഷം ഭർത്താവിന് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവ് റദ്ദാക്കി. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.